സ്വാഗതം. അതിനുമുമ്പ് ഒരു ചെറിയ നിർദ്ദേശം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി മനസ്സിലാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ ഓരോ പോസ്റ്റിനും താഴെയുള്ള ഷെയർ എന്നതിൽ അമർത്തി ഷെയർ പോസ്റ്റ് നൗ എന്നത് സെലക്ട് ചെയ്യുക. ഷെയർ ചെയ്യാൻ മടിയുള്ളവർ പോസ്റ്റ് കണ്ടു എന്നത് ലൈക്ക് ബട്ടണെങ്കിലും അമർത്തി അറിയിക്കുക. നമുക്കിനി അറിവിലേക്ക് കടക്കാം. പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. പലപ്പോഴും പല കൂട്ടുകാരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഫോൺ ട്രാക്കർ ഉണ്ടോ എന്ന്. എന്തിനാണ് നിങ്ങൾക്കൊരു ഫോൺ ട്രാക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒന്ന് മടിക്കും, പിന്നീട് കാര്യം പറയും. സ്വന്തം ഭാര്യയുടെ ഫോൺ ട്രാക്ക് ചെയ്യാനാണ് പലർക്കും ഫോൺ ട്രാക്കർ. അവൾ എവിടെ പോകുന്നു, അവൾക്ക് വരുന്ന SMS എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അവർക്ക് അറിയേണ്ടത്. ചിലർക്ക് വാട്സാപ്പ് പോലുള്ള ആ മെസ്സഞ്ചർ ആപ്ലിക്കേഷനുള്ള ഡാറ്റയും ആവശ്യമാണ്. അതിനൊക്കെ മുമ്പ് ചില ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇതുപോലെ തന്നെ ചില സമയത്ത് ചില പെൺകുട്ടികളും വന്ന് ചോദിക്കാറുണ്ട് ഫോൺ ട്രാക്കർ. അവരോടും ചോദിക്കും, എന്തിനാണ് നിങ്ങൾക്ക് ഫോൺ ട്രാക്കറിൻ്റെ ആവശ്യം? ആദ്യമൊക്കെ ഒന്ന് പഠിക്കും, അവരും പറയും ഇതുപോലെ തന്നെ അവർക്ക് സ്വന്തം ഭർത്താവിനെയാണ് സംശയം. കാരണം എന്താണ് സംശയിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഒട്ടുമിക്കലും വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒന്ന് ഫോൺ വിളിക്കുമ്പോൾ അവിടെ ഭർത്താവിൻ്റെ ഫോൺ ഭയങ്കര ബിസിയാണ് അത്ര, 5-10 മിനിറ്റ് ഫോൺ ഒന്ന് ഭർത്താവ് എടുത്തില്ലെങ്കിൽ അവർക്ക് സംശയമാണ്. അപ്പോൾ ഇതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സംശയമാണ്. ഞാൻ മുമ്പ് സ്പൈ ഹ്യൂമൻ എന്നൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്നത് പെയ്ഡാണ്. നമുക്ക് ഒരു ഫോണിൽ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണിൽ വരുന്ന വാട്സാപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ മെസ്സഞ്ചറിൻ്റെയും അല്ലെങ്കിൽ അതിൽ വരുന്ന സകല ഡാറ്റകളും നമുക്ക് ചോർത്താൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്പൈ ഹ്യൂമൻ. അപ്പോൾ അന്ന് ആ ആപ്ലിക്കേഷൻ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയ ഡൗൺലോഡാണ് ഉണ്ടായത്. ആകെ 5.25 ലക്ഷത്തോളം ആളുകൾ ഉള്ള എൻ്റെ പേജിൽ നിന്നും അത് ഇൻസ്റ്റാൾ ചെയ്തവർ ഏകദേശം 48,000-ഓളമാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ശതമാനം ആളുകളും പരസ്പരം ഭാര്യയും ഭർത്താവിനെയൊക്കെ സംശയിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ വെറും സംശയം മാത്രമാണിത്. അല്ലാണ്ട് ഒരാൾ ഒരു പെൺകുട്ടിയെ തേടിപ്പോയോ അല്ലെങ്കിൽ ഭാര്യ ഒരു പയ്യനെ തേടിപ്പോയോ ഇതൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ പരസ്പരം എന്നും സംശയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം വിശ്വാസമുണ്ട് എങ്കിൽ ഇനി അങ്ങനെ ഒരു പേടിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പരസ്പരം ട്രാക്ക് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ, അതാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുന്ന കപ്പിൾ ട്രാക്കർ. 2 ഫോണിലും നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് നിങ്ങളുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയുടെയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തിരിച്ചും നിങ്ങളുടെ ഫോണിലും അവർ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നിങ്ങൾ പരസ്പരം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. തുടർന്ന് നിങ്ങൾക്ക് വരുന്ന SMS-കൾ, നിങ്ങൾക്ക് വരുന്ന കോളുകൾ ഇത് ആരുടെ എന്നൊക്കെ മറ്റു ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അതുപോലെ പരസ്പരം അറിയാൻ പറ്റും. ഒരേ സമയം 2 ഫോണിലും പരസ്പരം ഡാറ്റകൾ സിങ്ക് ആവും. അതുപോലെ നിങ്ങൾ എവിടെ പോകുന്നു, ഫേസ്ബുക്കിൽ നിങ്ങൾ ഇടുന്ന കമൻറ്റ് എന്താണ് എന്നൊക്കെ അറിയാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായി നമ്മൾ 2 മൊബൈലിലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. തുടർന്ന് 2 മൊബൈലിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. സ്വൈപ്പ് ചെയ്ത് ഇൻഫർമേഷൻ സ്ക്രീനുകൾ മാറ്റുക. അതിനുശേഷം വരുന്ന യെസ് ഐ എഗ്രി എന്ന ബട്ടണിൽ അമർത്തുക. ഇതുപോലെ തന്നെ രണ്ടാമത്തെ മൊബൈലിലും ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് കണക്ട് വിത്ത് പാർട്ട്നേഴ്സ് ഫോൺ എന്ന ബട്ടണിൽ അമർത്തുക. ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ താഴെയായി യുവർ യൂസർ ID എന്നുള്ളതിനൊപ്പം ഒരു നമ്പർ കാണിക്കും. അതുപോലെ രണ്ടാമത്തെ മൊബൈലിലും മറ്റൊരു കോഡ് കാണിക്കും. ആ ഒരു കോഡ് നോട്ട് ചെയ്യുക. അതിനുശേഷം ആദ്യത്തെ മൊബൈലിലെ കണക്ട് വിത്ത് പാർട്ട്നേഴ്സ് ഫോൺ എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ കപ്പിൾ ട്രാക്കർ ഈസ് ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കും. അതിൽ അമർത്തുക. അപ്പോൾ എൻ്റർ യുവർ പാർട്ട്നേഴ്സ് ID എന്ന ഒരു ഭാഗം വരും. അതിൽ രണ്ടാമത്തെ മൊബൈലിൻ്റെ യൂസർ ID എൻ്റർ ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത ആ നമ്പർ. 2 മൊബൈലിലും ഇതുപോലെ ചെയ്യേണ്ടതില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം മറ്റൊരു മൊബൈലിൻ്റെ കോഡ് എൻ്റർ ചെയ്താൽ മതി. തുടർന്ന് സെൻഡ് കണക്ഷൻ റിക്വസ്റ്റ് എന്ന ബട്ടണിൽ അമർത്തുക. തുടർന്ന് രണ്ടാമത്തെ മൊബൈലിൻ്റെ ആപ്ലിക്കേഷനിൽ വലതുവശത്തായി മുകളിൽ കാണുന്ന റിഫ്രഷ് ബട്ടൺ അമർത്തുക. അപ്പോൾ അക്സെപ്റ്റ് റിക്വസ്റ്റ് എന്ന ഒരു ഓപ്ഷൻ വരും. അത് അമർത്തുക. തുടർന്ന് വരുന്ന പോപ്പപ്പ് ബോക്സിൽ അക്സെപ്റ്റ് റിക്വസ്റ്റ് എന്നതും അമർത്തുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ മുഖേന 2 ഫോണും നമ്മൾ വിജയകരമായി കണക്ട് ചെയ്തു കഴിഞ്ഞു. ഇനി പരസ്പരം കോൾ ലോഗ്, SMS, ലൊക്കേഷൻ ഒക്കെ ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഇൻ്റർനെറ്റ് ആവശ്യമാണ്. അത് പ്രത്യേകം ഓർക്കുക. അതെങ്ങനെ എന്ന് നോക്കാം. ആപ്ലിക്കേഷൻ്റെ മെയിൻ ഭാഗത്ത് നമുക്ക് കാണാനാവുക നമ്മുടെ മൊബൈലിൻ്റെ കോൾ ലോഗും SMS-ഉം ഒക്കെ ആയിരിക്കും. സ്ക്രീനിൽ വലതു ഭാഗത്ത് നിന്നും ഇടതുഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്യുക. സ്ക്രീനിലെ ഏത് ഭാഗത്തും നമുക്ക് ടച്ച് ചെയ്ത് സ്വൈപ്പ് ചെയ്യാം. അപ്പോൾ യുവർ ഓവർവ്യൂ എന്ന് മാറി പാർട്ട്നേഴ്സ് ഓവർവ്യൂ എന്ന് വരും. അതിൽ നമുക്ക് രണ്ടാമത്തെ ഫോണിലെ കോൾ ലോഗുകൾ, SMS-കൾ, ഫേസ്ബുക്ക് പ്രൊഫൈൽ കണക്ട് ചെയ്താൽ അതുപയോഗിച്ചുള്ള ലൈക്കും കമൻറ്റും,
പിന്നെ ലൊക്കേഷനും കാണാനാകും. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്താൽ സെറ്റിംഗ്സ് വരും. ആവശ്യമെങ്കിൽ രണ്ടാമത്തെ ഫോണുമായുള്ള കണക്ഷൻ നമുക്ക് സെറ്റിംഗ്സിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാം. ഇതേ ഫംഗ്ഷനുകൾ എല്ലാം തന്നെ രണ്ടാമത്തെ മൊബൈലും ലഭിക്കും. ഇതുപോലെ പരസ്പരം നമുക്ക് രണ്ട് മൊബൈലുകൾ തമ്മിൽ ട്രാക്ക് ചെയ്യാം. കൂട്ടുകാർക്ക് കപ്പിൾ ട്രാക്കർ എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലായി കാണുമല്ലോ. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ശർമ്മ.